ICAR-ന്റെ ഒരു ബിഗ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ചിലപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുമുണ്ടാകും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IARI ഡൽഹിയും അതിൻ്റെ ഹബ്ബുകളിലെയും UG അഡ്മിഷൻസ് അവർ ഈ വർഷം തൊട്ട് നിർത്തലാക്കിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഇനി UG അഡ്മിഷൻ ഉണ്ടാകില്ല. ആക്ച്വലി ഒരു 3 വർഷം മുന്നേ വരെ അവിടെ UG അഡ്മിഷൻസ് ഇല്ലായിരുന്നു. PG ആൻഡ് PhD അഡ്മിഷൻസ് മാത്രമാണ് IARIയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 3 വർഷം മുന്നേയാണ് നമ്മുടെ IRI ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, IRIയുടെ സ്ഥാപനങ്ങളും അവരുടെ ഹബ്ബുകളും UG അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അഡ്മിഷൻ നേടിയ കുട്ടികൾ ഇപ്പോൾ 3rd ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ വർഷം, ആ 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പഴയ സ്റ്റേറ്റിലേക്ക് IRI മാറുകയാണ്. UG കോഴ്സുകൾ അവർ നിർത്തലാക്കുന്നു. പകരം ഇനി PGയും PhDയും മാത്രമായിരിക്കും IRI ഡൽഹി പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ബാധിക്കുന്നത് നമ്മുടെ കട്ട് ഓഫിനെ ആയിരിക്കും. കാരണം ഏകദേശം 250 മുതൽ 300 സീറ്റ് വരെ വ്യത്യാസം നമുക്ക് ഇനിയിപ്പോൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം നമ്മുടെ കട്ട് ഓഫിനെയും ബാധിക്കും. അപ്പോൾ നമ്മൾ നിലവിലുള്ള കട്ട് ഓഫ്, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വെച്ചിട്ട് ഈ വർഷത്തെ കട്ട് ഓഫ് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ദെയർ വിൽ ബി എ ഡ്രാസ്റ്റിക് ചേഞ്ച്. അപ്പോൾ ഇതാണ് IRIയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ പറഞ്ഞു തരാനുള്ളത്, IRI ആസാമും അതുപോലെ തന്നെ IRI ജാർഖണ്ഡും, ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും UG അഡ്മിഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 2 IRI ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഈ 2025ലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റഡ് പോയിന്റ്സ് കൂടിയുണ്ട്. എന്നാൽ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം കൗൺസിലിംഗ് യോഗങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. അതിന് ഫലമായിട്ട് തന്നെ ഇതിനു വേണ്ടി ജൂലൈ 11 ഇറക്കിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അവർ പിൻവലിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളോട് കൂടിയോ അല്ലെങ്കിൽ ഇതിൽ തന്നെ വളരെ വലിയ മാറ്റങ്ങളോട് കൂടിയോ ചിലപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.